ഡിയർ സോൾസ്, നമുക്കിന്നൊരു 3 കാർഡ് എടുത്തിട്ട് ഇന്നത്തെ എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, വളരെ വിഷണറി കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ ഒരു വിദൂര കാഴ്ചയുള്ള എന്ന് പറയാം, ഒരു ബിഗ് പിക്ചർ ലീഡർ, ഓവർകമ്മിങ് ചലഞ്ചസ്, വളരെ മച്യൂറായിട്ടുള്ള കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്നാൽ ഓവർകമ്മിങ് ചാലഞ്ചസ് എല്ലാം ഓവർകം ചെയ്യുന്ന ഒരു വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായ ഒരു ആളുകളുടെ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ വളരെ സമൂഹത്തിലും എല്ലാ വീട്ടിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും തിളങ്ങുന്ന ഒരാളാണ്. അവരുടെ സ്വഭാവം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും എല്ലാവരും അവരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം മാത്രമേ പറയാൻ ഉള്ളൂ എന്ന രീതിയിൽ അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടിയ ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എനർജിയുള്ള ആളുകളുടെ റീഡിംഗ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അവിടെ നമുക്ക് ചില ഓപ്ഷൻസ് ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം ചില ഓപ്ഷൻസ് തേടിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചില ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. അവിടെ വളരെ വിഷ്ഫുള്ളായിട്ടുള്ള തിങ്കിങ് ആയിരുന്നു. എന്നുവെച്ചാൽ വളരെ നല്ല ആഗ്രഹത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി അതെല്ലാം ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട്. അവിടെ വളരെ കുറേ ചോയ്സസ് ഉണ്ടായിരുന്നു, കുറച്ച് ഇല്യൂഷൻസ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പർപ്പസിന് വേണ്ടിയുള്ള സെർച്ചിങ് അവിടെ നടന്നിട്ടുണ്ട്. ഡേ ഡ്രീം, സ്വപ്നാടനം അല്ലെങ്കിൽ സ്വപ്നം കാണുക എന്ന് പറയാം, പകൽ കിനാക്കൾ കാണുക എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ ഉണ്ടായി എന്ന് കാണിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഫലമായിട്ട് ഇവിടെ ഒരു പിൻകുത്ത് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ട് തളർന്നു പോയിരിക്കുന്നു. ഒരു 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കിട്ടുന്നത് എത്ര വലിയ നല്ല ഒരു വ്യക്തിയാണെങ്കിലും ആലോചിച്ച് ചില കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിത്തരം ഉള്ള ചില സിറ്റുവേഷൻസ് ആയിരിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുക. ഓക്കെ, അപ്പം എത്ര നല്ലവരായിക്കോട്ടെ, കാരണം നമ്മളുടെ ഒരു ചെറിയ വീഴ്ചയാണത്. കാരണം ഓപ്ഷൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മളവിടെ നല്ലതുണ്ട്, ചീത്തയുണ്ട്, എല്ലാമുണ്ട്. അതൊന്നും തന്നെ നമ്മൾ മനസ്സിലാക്കാതെ എടുത്ത് ചാടി പ്രവർത്തിച്ചാൽ അവിടെ ചതി കിട്ടിയെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. വളരെയധികം ശ്രദ്ധിക്കുക, വളരെ കെയർഫുള്ളായിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ കെയർഫുള്ളായിരിക്കുക. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. ഇങ്ങനെ ആർക്കെങ്കിലും ആ എനർജിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.